10-15 ആൾക്കാർ ഒരു ഓടിട്ട വീട്ടിലാണ് അടിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഞങ്ങൾക്ക് കാരണം മക്കള് കാണണ്ടല്ലോ ഒന്ന് സംഭവിച്ചിട്ടേ പിന്നെ വന്ന് ഓടി വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിന് മുമ്പ് മരം വെട്ടിയ മതിയാവും ഞങ്ങൾ ഇനി ഇവിടെ. ഈ സമയത്ത് സർക്കാരോ നിയമസംഹിതകളോ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ വയനാട്ടിലേക്കാട്ട് വലിയ ദുരന്തം ഞങ്ങളുടെ മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ 3-ാമത്തെ വാർഡിലെ നീണ്ടാർത്തിങ്ങൽ കോളനിയിൽ സംഭവിക്കും. ഇത് ഈ ബാക്കിൽ കാണുന്ന മല മിനിയാത്ത മഴക്ക് പൊട്ടി ഒലിച്ചു വന്നതാണ്. ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് ഇത്രേ സംഭവിച്ചുള്ളൂ എന്ന് ഇപ്പം ഞങ്ങൾ പറഞ്ഞ് സമാധാനിക്കുമെങ്കിലും താഴെ താമസിക്കുന്നത് 25ഓളം കുടുംബങ്ങളാണ്. സംഭവിച്ചു കഴിഞ്ഞിട്ട് അയ്യോ നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ഞങ്ങളോട് ചോദിക്കരുത്. ഞങ്ങൾക്ക് ഇവിടെ സുരക്ഷിത ഭിത്തി വേണം. അല്ലാത്ത പക്ഷം ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാൻ കഴിയില്ല. വരുന്ന മണ്ണ്, അതായത് നമ്മുടെ താഴത്തെ 25ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് തടയാൻ വേണ്ടിയിട്ട് വേറെ ഒരു ഇതും ഇവിടെ എവിടെയില്ല. എന്തെങ്കിലും ഒരു സുരക്ഷാ ഭിത്തി ഉണ്ടോ നോക്കിയേ. വന്ന് കഴിഞ്ഞാൽ അതായത് സെക്കൻഡുകൾ കൊണ്ട് അത് ആ കുടുംബങ്ങളെ മൊത്തം ഇല്ലാതാക്കിയിട്ട് കടന്നു പോകും. അവസ്ഥ വളരെ പരിതാപകരമാണ്. മരണത്തെ മുന്നിൽ കണ്ടിട്ടാണ് താഴെയുള്ള കുടുംബങ്ങളെല്ലാം താമസിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് 20ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു അംഗനവാടി കൂടിയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സർക്കാരിൻ്റെയും സർക്കാർ സംവിധാനങ്ങളുടെയും സഹായം വളരെ അത്യാവശ്യമാണ്. ഒരു ഭിത്തി, അതാണ് ഇവരെല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്താൽ 25ഓളം കുടുംബങ്ങൾക്കാണ് അതിൻ്റെ കാരുണ്യം കിട്ടാൻ പോകുന്നത്. അവരുടെ ജീവൻ്റെ വിലയാണ് എന്ന് മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ.